ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിയിലെത്താനുള്ള ഫോർമുലാസും ടിപ്സും സ്ട്രാറ്റജിയുമായി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്കൊരു പുതിയ സ്റ്റോറിയുമായി കടന്നു വരാം. ഒരു കാക്കയും കുടുംബവും, രണ്ട് കുട്ടികളും, ഒരു അച്ഛനും അമ്മയും അടങ്ങുന്ന കാക്ക കുടുംബം ജീവിച്ചിരുന്നു. ഇതിൽ ഒരു കാക്കക്കുട്ടി വളരെ മടിയനായിരുന്നു, അലസനായിരുന്നു. അവന്റെ തോന്നല് തൻ്റെ നിറം കറുപ്പാണ്, മറ്റ് പക്ഷികളുടെ നല്ല ഭംഗിയുള്ള മയിലുണ്ട്, തത്തയുണ്ട്, കൊക്കുണ്ട്, തൻ്റെ മാത്രം നിറം കറുപ്പാണ്. ഈ കറുപ്പ് ഇതിനോട് അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഈ അപകർഷബോധത്തിൽ ജീവിച്ച് മറ്റ് ആളുകൾ, പക്ഷികൾ ഇര തേടി വരും. ഇവൻ ആ ഇര തിന്ന് കൂട്ടിൽ വിശ്രമിക്കും. അങ്ങനെ ഒരു ദിവസം കൂട്ടിൽ വിശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത ഒരു പറമ്പിൽ കുറെ പക്ഷികൾ കശപിശ കൂടുകയാണ്. അതിൽ മയിലുണ്ട്, കൊക്കുണ്ട്, മറ്റ് താറാവുണ്ട്. ഇങ്ങനെ വളരെ ഭംഗിയുള്ള പക്ഷികൾ കശപിശ കൂടുകയാണ്. ഈ കശപിശയുടെ ഭാഗമായി കുറെ തൂവലുകൾ അവിടെ കൊഴിഞ്ഞു വീണു. ഇതവൻ ദൂരെ നിന്ന് കാണും. ഈ കശപിശ കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ പറമ്പിലോട്ട് പോയി മറ്റ് തൂവൽ തൻ്റെ ശരീരത്തിൽ എങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നീട് തൻ്റെ കാക്കക്കൂട്ടത്തിലോട്ട് വന്നു. ഈ കാക്കക്കൂട്ടത്തിലോട്ട് വന്നപ്പോൾ ഇവനെ മറ്റു കാക്കകൾ കൊത്തിയാട്ടി, ഏതോ ഒരു ഭീകരജീവി എന്ന പോലെ. പിന്നീട് മറ്റു പക്ഷികളുടെ കൂട്ടത്തിലോട്ടും ചെന്നപ്പോൾ അവസ്ഥ ഇത് തന്നെയാണ്. ഇവനെ കൊത്തി ഓടിക്കുകയാണ്. ഏതായാലും ഇവനെ കൊത്തി ഓടിച്ച് എല്ലാ തൂവലും, ഇവന്റെ തൂവലടക്കം മറ്റു പക്ഷികൾ കൊത്തിപ്പറിച്ച് ഇവൻ ഒരു തൂവലുമില്ലാതെ എങ്ങനെയൊക്കെ മരത്തിന്റെ ചുവട്ടിലെത്തി. ഇവന്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ കാക്കകൾ ഏതൊക്കെ മരുന്നൊക്കെ വെച്ച് പുരട്ടി കുറച്ച് ദിവസത്തിനുള്ളിൽ തൂവൽ വന്നു. എന്നിട്ട് അവന് ഉപദേശം കൊടുത്തു, തൻ്റെ പവറിൽ വിശ്വസിക്കുക, നമുക്ക് ദൈവം തന്ന ഇൻബോൺ ടാലന്റ് നമ്മൾ മനസ്സിലാക്കുക, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്, നിറങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക, സ്വയം പവർ തിരിച്ചറിയുക, അതിൽ ആനന്ദം കൊള്ളുക, താങ്ക്സ് ടു ഗോഡ്. ഇത്തരം ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ വരാം. താങ്ക്സ് ഓൾ.